അനധികൃത കുടിയേറ്റക്കാരെ ജോലിക്ക് നിയോഗിച്ച നൂറുകണക്കിന് എംപ്ലോയർമാർക്ക് വമ്പൻ പിഴ നൽകി എംപ്ലോയർമാർ. കാർ വാഷുകളിലും നെയിൽ ബാറുകളിലുമായി അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി നൽകിയവരെയാണ് ഹോം ഓഫീസ് റെയ്ഡിൽ പിടികൂടിയിരിക്കുന്നത്. ഹോം ഓഫീസിന്റെ കീഴിലുള്ള ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിൽ അനധികൃതമായി ജോലി ചെയ്യുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന 75 പേർ അറസ്റ്റിലായി. രഹസ്യമായി അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങളിലാണ് ഒരാഴ്ചയായി റെയ്ഡുകൾ സംഘടിപ്പിച്ചത്. 225 ബിസിനസ്സുകൾ സന്ദർശിച്ച ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ടീമുകൾ അനധികൃത ജോലിക്കാരെ നിയോഗിച്ച 122 പേർക്ക് നോട്ടീസ് നൽകി. ഓരോ അനധികൃത കുടിയേറ്റക്കാർക്കും 45,000 പൗണ്ട് വീതം പിഴയാണ് ഉടമസ്ഥർ നൽകേണ്ടത്. തുടർച്ചയായ ലംഘനങ്ങൾക്ക് ഓരോ ജോലിക്കാർക്കും 60,000 പൗണ്ട് വീതവും പിഴ നൽകണം. അടുത്ത 6 മാസത്തിൽ 14,000 അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നാണ് ഹോം സെക്രട്ടറി വെറ്റ് കൂപ്പറിന്റെ പ്രഖ്യാപനം. മനുഷ്യക്കടത്ത് സംഘങ്ങളുമായി ചേർന്ന് ഇത്തരം തൊഴിലുടമകൾ പ്രവർത്തിക്കുന്നത് അനുവദിക്കുവാൻ കഴിയില്ല എന്ന് ഹോം സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അനധികൃതമായി ജീവൻ പണയം വെച്ച് ഇവിടെ ആളുകളെ എത്തിക്കുകയും രേഖകളില്ലാത്ത തൊഴിലിടങ്ങളിൽ ചേർക്കപ്പെടുന്നതുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂപ്പർ പറഞ്ഞു. മിനിമം വേതനത്തെക്കാൾ കുറവ് വേതനം നൽകി ഇവരെ കൊണ്ട് അധികം മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിക്കുന്നു. ചില തൊഴിലുടമകൾക്ക് അത്യാവശ്യമായ ആനുകൂല്യങ്ങൾ പോലും നൽകുന്നില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.